ഇപ്പൊ നമ്മൾ ടൈ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 4 ചെയിനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാത്തിലും പറഞ്ഞ പോലെ ഫസ്റ്റ് ഇടുന്ന ചെയിൻ ഞാൻ കൂട്ടാറില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 4 ചെയിൻ ചെയ്യാം. 1 2 3 and 4. ഇനി ഞാൻ ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാണെന്നില്ല. സോ ഞാനിവിടെ എഴുതി കാണിക്കാം ആ ഒരു, അതായത് സ്റ്റിച്ചസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാൻ ചെയ്യുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 4 ചെയിൻ ചെയ്തതിന് ശേഷം ഈ സ്റ്റിച്ചിലോട്ട് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഇത് നമ്മൾ പെറ്റൽസ് ചെയ്ത പോലെ അല്ല കേട്ടോ, ട്രിപ്പിൾ ക്രോഷേ കംപ്ലീറ്റ് ആക്കാം. സോ ഞാനിവിടെ എഴുതി കാണിക്കുന്ന പാറ്റേൺ വേണം ഫോളോ ചെയ്യാനായിട്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ ചെയ്യാം. ഞാൻ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 2 പെറ്റൽ ഗ്യാപ്പിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെറ്റൽ ഗ്യാപ്പിൽ നമ്മൾ അതായത് 3 ഡബിൾ ക്രോഷേ ചെയിൻ 1, അടുത്ത പെറ്റൽ ഗ്യാപ്പിലും 3 ഡബിൾ ക്രോഷേ ചെയിൻ 1. ഈ ചെയിൻ 1 നമ്മൾ ഓരോ പെറ്റൽ ഗ്യാപ്പിൽ നിന്ന് അടുത്ത പെറ്റൽ ഗ്യാപ്പിലോട്ട് മൂവ് ചെയ്യുമ്പോഴും ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ആ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ക്വയറിന്റെ ഫസ്റ്റ് കോർണർ ചെയ്യാൻ പോവാണ്. അതിന്റെ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെറ്റൽ ഗ്യാപ്പിലോട്ട് ഫസ്റ്റ് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, 3 ചെയിൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയിൻ 1 ചെയ്യുക. അടുത്ത 2 പെറ്റൽ ഗ്യാപ്പിലോട്ട് നേരത്തെ പാറ്റേൺ പോലെ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യുക, എന്താ പറയുക, ചെയിൻ 1 ചെയ്യുക. അടുത്ത പെറ്റൽ ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷേ ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഇനി ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത കോർണർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് കോർണർ ചെയ്യാനുള്ള പാറ്റേൺ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇനി നമ്മൾ അടുത്ത 2 പെറ്റൽ ഗ്യാപ്പിലോട്ട് നേരത്തെ പറഞ്ഞ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, അടുത്ത പെറ്റലിലും 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1. ഇനി നമുക്ക് അടുത്ത കോർണർ ചെയ്യുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ള പെറ്റൽ ഗ്യാപ്പിലോട്ട് 3 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 3 ഡബിൾ ക്രോഷേ. ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഗ്രാനി സ്ക്വയർ ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ഒരു കോർണറിന്റെ ഹാഫ് ചെയ്തില്ലേ, അതിലോട്ട് വേറൊരു ഹാഫ് ചെയ്യാം. അതായത് 3 ട്രിപ്പിൾ ക്രോഷേ, ചെയിൻ 1, അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് ചെയ്ത 4 ചെയിൻ സ്റ്റിച്ച് ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗ്രാനി സ്ക്വയർ. അപ്പൊ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാം. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.